അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ ഇന്ന് രാവിലെ വാഗമൺ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അവിടെ ഒരു റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസ് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡി എടുത്തത്. ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. അല്ല, അയാളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ആ ഭാഗത്തുള്ളതായിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം അയാളുടെ ഫോട്ടോ നാട്ടുകാർ കണ്ട് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് പോലീസ് അവിടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്തത്. അയാളിന്ന് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തതിന് ശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ബാക്കി നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. ഇല്ല, ഒരു തടസ്സമായിരുന്നില്ല. പിതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ പ്രതിയെ ഒളിവിൽ പോകാൻ സംരക്ഷണം കൊടുക്കാനും ശ്രമിച്ചതിനും സംരക്ഷണം കൊടുക്കുന്നതിനും അയാളുടെ ഫാദറിനും കൂടി പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനെ അത് ബാക്കി അന്വേഷണം നടത്തി തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വൈദ്യപരിശോധന കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. അതെ, അതെല്ലാം ഫോർമാലിറ്റീസും ചെയ്തതിന് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുള്ളൂ. കുടുംബത്തിന് ഒരു ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടു. അവരിതൊരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. കുറേ ദിവസമായി അതിസമ്പന്നനായതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല പോലീസ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം പോലീസിനെതിരേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അന്വേഷണം കയ്യിലുണ്ടാകും. അല്ല, അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കും. അതും കൂടി പരിശോധിച്ച് മുന്നോട്ട്. അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടി എടുക്കുന്നതായിരിക്കും.